118/2018 കേസ് വിളിച്ചു. ഒന്നാം പ്രതി പൾസർ സുനിൽകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ വിളിച്ചു. പ്രതികൾ പ്രതിക്കൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. 118/2018 കേസ് വിളിച്ചു കഴിഞ്ഞു. പ്രതികളുടെ പേര് വിളിച്ചു. 10 പ്രതികളെയും ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തിയിരിക്കുന്നു. നിറഞ്ഞു കവിഞ്ഞ കോടതി മുറിയിലേക്കാണ് ഇനി എല്ലാവരും കോടതി മുറിയിൽ ആ നിശബ്ദതയുണ്ട്. വിധി കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നു. കോടതി പ്രതികളോട് ചോദ്യമുന്നയിക്കുന്നു. പ്രതികളെല്ലാവരും പ്രതിക്കൂട്ടിലുണ്ട്. എല്ലാ പ്രതികളും ഹാജരാണ്. 1-ാം പ്രതി മുതൽ 10-ാം പ്രതി വരെ പ്രതിക്കൂട്ടിലുണ്ട്. കോടതി പ്രതികളോട് ചോദ്യമുന്നയിക്കുന്നു. 118/2018 ഒന്നാം പ്രതി പൾസർ സുനിൽകുമാർ മുതൽ 10-ാം പ്രതി വരെ 8-ാം പ്രതി ദിലീപ് അടക്കമുള്ള പ്രതികൾ പ്രതിക്കൂട്ടിലാണ്. അറിയാൻ നിമിഷങ്ങൾ മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രതികൾ പ്രതിക്കൂട്ടിലേക്ക് കയറുന്നു. കോടതി പ്രതികളോട് ചോദ്യമുന്നയിക്കുന്നു. നിമിഷങ്ങൾക്ക് അകമറിയാം 2017 ഫെബ്രുവരി 17-ാം തീയതി ആ രാത്രിയിൽ 7 മണി മുതൽ 10:45 വരെയുള്ള വിധി പറയുകയാണ്. ആരൊക്കെയാണ് പ്രതികൾ ഇപ്പോൾ അറിയാം. നമുക്ക് ആരൊക്കെ കുറ്റക്കാരെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാം. നിർണായകമായ വിധി. രാജ്യം ഉറ്റുനോക്കുന്ന വിധിയിലേക്ക് ജഡ്ജി കടക്കുകയാണ്. 1-2 എന്ന കണക്കിനായിരിക്കാം പറയുക. 1-ാം പ്രതി കുറ്റക്കാരനെന്ന് പറയുമോ? 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ. അതായത് ദിലീപിനെ വെറുതെ വിട്ടു എന്നാണോ? അല്ലല്ല, അറിയിട്ടില്ല. 1 to 6 കൺവിക്റ്റഡ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ. മുതൽ പ്രദീപ് വരെയുള്ളവർ കുറ്റക്കാർ. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ. എല്ലാ വകുപ്പുകളിലും ഈ 6 പേരും കുറ്റക്കാരാണെന്ന് പറയുന്നു. എല്ലാ വകുപ്പുകളിലും 6 പേർ കുറ്റക്കാർ. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജി. 8-ാം പ്രതിയെ വെറുതെ വിട്ടോ എന്നാണ് അറിയേണ്ടത്. 6-ാം പ്രതി പ്രേരണ കുറ്റം നിലനിൽക്കും എന്നുള്ള വിവരം വരുന്നു. 6 പ്രതികളും കുറ്റക്കാർ. 6 പ്രതികൾക്കും എല്ലാ വകുപ്പുകളിലും കുറ്റമുണ്ട്. എല്ലാ വകുപ്പുകളും 6 പ്രതികൾക്കെതിരെയും നിലനിൽക്കും. 7, 8, 9, 10 പ്രതികളുടെ കാര്യമാണ് ഇനി അറിയേണ്ടത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എല്ലാ വകുപ്പുകളിലും അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആദ്യ 6 പ്രതികളുടെ ശിക്ഷ ഉടനുണ്ടാക്കും. ആദ്യ 6 പ്രതികളുടെ. അപ്പോൾ ബാക്കി ഇപ്പോൾ പറയുന്നില്ല എന്നാണോ? അതോ ഇതാണ് വിധി എന്നുള്ളതാണോ അറിയേണ്ടത്? കാത്തിരിക്കാം. വിധി പ്രസ്താവം പൂർണ്ണമായിട്ടില്ല. എങ്ങനെ പറയുന്നു? 1 മുതൽ 6 വരെ പേരുകൾ മാത്രം. പക്ഷെ അത് എല്ലാ വകുപ്പുകളുമാണ്. എല്ലാ വകുപ്പും ബലാത്സംഗം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചന നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. 7, 8, 9, 10 ദിലീപ് അടക്കമുള്ള പ്രതികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ തീരുമാനമായി. നേരിട്ട് പങ്കെടുത്ത സീനിൽ സാക്ഷികളായിരുന്ന ആളുകൾ അടക്കമാണ് ഈ 6 പേർ. 6 പേര് അങ്ങനെ തന്നെയാണ് വിധി വരിക. രണ്ടാണല്ലോ. കൂട്ടബലാത്സംഗത്തിലാണ് 1 മുതൽ 6 വരെ പ്രതികളുള്ളത്. 7, 8, 9, 10 പ്രതികൾക്ക് ഗൂഢാലോചനയാണ്. ചാർലി തോമസ്, ദിലീപ്, സലിൽകുമാർ, ജി ശരത് അവരുടെ കാര്യത്തിൽ എന്താണ് കോടതിയുടെ തീരുമാനമെന്നാണ് അറിയേണ്ടത്. അല്പസമയത്തിനുള്ളിൽ അറിയാം.